ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. അന്തരിച്ച സാഹിത്യകാരിയും അധ്യാപികയുമായ ബി സരസ്വതിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പോഡ്കാസ്റ്റാണ് ഈ ലക്കം ദില്ലി ദാലിയുടേത്. 94-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ ദിവസം കോട്ടയത്തെ ഏറ്റുമാനൂരിലെ സ്വവസതിയിൽ ബി സരസ്വതി അന്തരിച്ചു. മനോഹരമായ കഥകൾ മലയാള സാഹിത്യത്തിന് സംഭാവന നൽകിയ ബി സരസ്വതി അച്ഛൻ കാരൂർ നീലകണ്ഠപിള്ളയുടെ ഓർമ്മകൾ അയവിറത്തുകൊണ്ട് എഴുതിയ അതിമനോഹരമായ പുസ്തകം ഓർമ്മകൾ ചന്ദനഗന്ധം പോലെ എന്ന ഈ പുസ്തകത്തിൻ്റെ ഒരു വായനാ അനുഭവമാണ് സരസ്വതി ടീച്ചറിനുള്ള ആദരാഞ്ജലിയായി ദില്ലി ദാലി അവതരിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിനുള്ള അവതാരിക എഴുതിയത് പ്രൊഫസർ എം ലീലാവതിയാണ്. കേട്ടത് മധുരം, കേൾക്കാത്തത് മധുരതരം എന്ന തലക്കെട്ടിൽ പ്രൗഢഗംഭീരമായ ഒരു അവതാരികയാണ് ലീലാവതി ടീച്ചർ ഈ പുസ്തകത്തിന് എഴുതിയത്. ഈ അവതാരികയുടെ അവസാന ഭാഗത്ത് ലീലാവതി ടീച്ചർ പറഞ്ഞ വാചകങ്ങൾ മാത്രം ഞാനിവിടെ ഒന്ന് വായിക്കുകയാണ്. ഒരു പ്രൈമറി സ്കൂൾ വാദ്യാരാവാൻ വേണ്ടിടത്തോളം മാത്രം വിദ്യാഭ്യാസം നേടിയ ഒരാൾ കൃഷിയിൽ ഒരു കൈ നോക്കിയും ആയുർവേദം പഠിച്ചും സഹകരണ പ്രസ്ഥാനത്തിൻ്റെ തത്വങ്ങളിലും പ്രയോഗ പദ്ധതികളിലും പരിശീലനം നേടിക്കൊണ്ടും മറ്റും നേടിയെടുത്ത ലോകവിജ്ഞാനലബ്ധമായ നൈപുണ്യം എങ്ങനെ അദ്ദേഹത്തിൻ്റെ കഥകളെ ഭാസുരമാക്കിയെന്നും മാനുഷിക വൈകാരിക ബന്ധങ്ങളിലെ സൂക്ഷ്മ ബിന്ദുക്കളിലേക്ക് കണ്ണെത്തുന്ന സഹജ വീക്ഷണശീലമെന്ന ശക്തി എപ്രകാരം കഥകളുടെ വറ്റാത്ത സ്രോതസ്സായെന്നും അഭിവ്യക്തമാക്കുന്ന ഒരു ഗൈഡ് കൂടിയാണ് ഈ പുസ്തകത്തിലെ കഥാവിവരണങ്ങളും അപഗ്രഥനങ്ങളും. കുട നന്നാക്കാനുണ്ടോ എന്ന കഥയിലെ നായകൻ്റെ ഏകാഗ്രതയും ഉതുപ്പാൻ്റെ കഥയിലെ പരാർത്ഥ ജീവിത നിർവഹണത്തിൻ്റെ ധർമ്മ വ്യസനിതയും സ്വന്തം പിതാവിൻ്റെ ചേതസ്സിലെ സമന്വിത സത്തയായി അറിയുന്നതിലൂടെ ഈ മകൾ കാണേണ്ടത് കണ്ടു, കാണിച്ചു തരേണ്ടത് കാണിച്ചു തന്നു, കൈരളി നന്ദിയുള്ളവളായിരിക്കും എന്നാണ് 2003 ഈ പുസ്തകത്തിന് അവതാരിക എഴുതിക്കൊണ്ട് ലീലാവതി ടീച്ചർ പറഞ്ഞത്. ഈ പുസ്തകത്തിൽ മലയാളത്തിൽ വാദ്യാർ കഥകളിലൂടെ ആളുകൾ അറിഞ്ഞ അല്ലെങ്കിൽ മലയാളിയുടെ ഗ്രാമീണ ജീവിതങ്ങളെ ആവിഷ്കരിച്ച അതിമനോഹരമായ ചെറുകഥകൾ എഴുതിയ കാരൂർ നീലകണ്ഠപിള്ള, അതിലുമുപരി സാഹിത്യപ്രവർത്തക സഹകരണ സംഘം എന്ന മഹത്തായ ഇതിഹാസ സൃഷ്ടിയായ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും അതിൻ്റെ സംഘാടക നേതൃത്വം ആദ്യകാലങ്ങളിൽ വളരെ വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്ത കാരൂർ നീലകണ്ഠപിള്ള, അധ്യാപകനായിരുന്ന കാരൂർ നീലകണ്ഠപിള്ള, ഇതിനെല്ലാം ഉപരി സ്നേഹസമ്പന്നനായ ഒരു അച്ഛനും കൂടിയായിരുന്ന കാരൂർ നീലകണ്ഠപിള്ളയുടെ ജീവിതത്തെ അടുത്തറിയുന്ന ഒരു പുസ്തകമാണ് ഓർമ്മകൾ ചന്ദനഗന്ധം പോലെ എന്ന തലക്കെട്ടിൽ ബി സരസ്വതി എഴുതിയത്. 12 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിനുള്ളത്. 12 അധ്യായങ്ങളായിട്ടാണ് ഈ പുസ്തകം തിരിച്ചിരിക്കുന്നത്. 1 ധീരോദാത്ത നായകൻ, 2 അനുഭവ സമ്പന്നമായ ജീവിതം, 3 സാന്ദ്ര സൗഹൃദങ്ങൾ, 4 സാഹിത്യകാരന്മാരുടെ സഹകരണ സംഘം, 5 ഉതുപ്പാനും കിണറും, 6 കാരൂർ കഥകൾ വിവിധ രുചികളിൽ, 7 അമ്മയുടെ വിയോഗവും അച്ഛൻ്റെ ഏകാന്തതയും, 8 സാഹിത്യ സുഹൃത്തുക്കൾ, 9 അധ്യാപക കഥകൾ, 10 കാരൂരിൻ്റെ കഥാപാത്രങ്ങൾ, 11 ഒടുവിലത്തെ ദിനങ്ങൾ, 12 ഒരു അനുബന്ധമായി ചേർത്തിരിക്കുന്നതാണ് വയലാർ രാമവർമ്മയും കാരൂർ നീലകണ്ഠപിള്ളയും തമ്മിലുള്ള അടുത്ത സൗഹൃദത്തെ അയവിറക്കുന്ന അച്ഛനും കുട്ടൻ ചേട്ടനും എന്ന അധ്യായം. ഈ പുസ്തകത്തിൻ്റെ വായനാ അനുഭവമാണ് ബി സരസ്വതിക്കുള്ള ആദരാഞ്ജലിയായി ഞാൻ ഈ പോഡ്കാസ്റ്റിൽ അവതരിപ്പിക്കുന്നതെന്ന് ആദ്യമേ തന്നെ പറഞ്ഞു. ചില ഭാഗങ്ങൾ ഞാൻ വായിച്ചു പോകുക എന്നൊരു രീതിയാണ് ഞാൻ ഈ പോഡ്കാസ്റ്റിൽ അവലംബിക്കുന്നത്. ആ കഥ, മനോഹരമായ ആ കഥകളെല്ലാം തന്നെ, അത് ഉതുപ്പാൻ്റെ കിണറായിക്കോട്ടെ, പൂവമ്പഴമായിക്കോട്ടെ, കുട നന്നാക്കാൻ
ഉണ്ടോ ആയിക്കോട്ടെ, പുതിച്ചോറായിക്കോട്ടെ, ആ മനോഹരമായ കഥകളെല്ലാം രൂപപ്പെട്ടു വന്ന സാമൂഹ്യ സാഹചര്യവും പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെയും കോട്ടയം ഭാഗത്തുമുള്ള സാമൂഹ്യ സാഹചര്യങ്ങളും അന്നത്തെ സാമ്പത്തികാവസ്ഥകളും ഈ അവസ്ഥകളിലൂടെ എല്ലാം എങ്ങനെയാണ് സ്നേഹമസൃണമായ ഈ കഥകൾ രൂപപ്പെട്ടു വന്നതെന്നും ആഴത്തിൽ അപഗ്രഥിക്കുകയും ആ അപഗ്രഥനത്തിലൂടെ സ്വന്തം അച്ഛനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയുമാണ് ബി സരസ്വതി ഈ പുസ്തകത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗം ഞാൻ വായിക്കാം. വരാന്തയിലെ ചാരുകസേരയിൽ കിടന്നുകൊണ്ട് വായിക്കുകയോ ഒരു എഴുത്തുപലകയിൽ വെച്ച് എഴുതുകയോ ചെയ്യുന്ന അച്ഛൻ്റെ രൂപമാണ് മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒരു പ്രധാന ചിത്രം. കറുത്തു ചുരുണ്ട് നിബിഡമായതും ഭംഗിയായി ചീകി വെച്ചതുമായ മുടി, വലിയ നെറ്റി, കറുത്ത ഫ്രെയിമുള്ള കണ്ണട, ആകർഷകമായ ചെറിയ മീശ, രോമം നിറഞ്ഞ മാറും കൈകാലുകളും, വെളുപ്പിനോട് ചായ്വുള്ള ഇരുനിറം, ധിഷണയുടെ പ്രകാശമുള്ള കണ്ണുകൾ, ഗൗരവമുള്ള മുഖം, പുരുഷത്വം തികഞ്ഞ ഒരു സുന്ദരനായിരുന്നു അച്ഛൻ. കഥകളിൽ കാണുന്ന പട്ടിണി വാദ്യാർക്ക് ഒട്ടും ചേരാത്ത രൂപം. സ്വന്തം അച്ഛനെ അവതരിപ്പിക്കുകയാണ്. പട്ടിണി വാദ്യാർമാരുടെ കഥകൾ പറഞ്ഞ അച്ഛനല്ല കാരൂർ നീലകണ്ഠപിള്ള എന്ന ഭൗതിക രൂപം എന്ന് അതിമനോഹരമായി ബി സരസ്വതി പറഞ്ഞു വച്ചിരിക്കുകയാണ് ഈ ധീരോദാത്ത നായകൻ എന്ന് പറയുന്ന ആദ്യ അധ്യായത്തിൽ. അതിനുശേഷമാണ് അനുഭവസമ്പന്നമായ ജീവിതം എന്ന് പറഞ്ഞത്. അധ്യാപകനായിട്ടല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കവും അവസാനവും. പലതരത്തിലുള്ള ജോലികൾ ചെയ്യുകയും പലതരത്തിലുള്ള സംഘാടക മികവ് പുലർത്തുകയും ചെയ്ത കാരൂർ നീലകണ്ഠപിള്ള എൻ്റെ ജീവിതത്തിലെ ഭൂരിഭാഗവും അച്ഛൻ്റെ കൂടെയോ അടുത്തു തന്നെയോ ആണ് ജീവിച്ചിരുന്നത് എന്ന് ബി സരസ്വതി പറയുന്നു. എന്നാലും SPCS നിന്നും പിരിഞ്ഞതിന് ശേഷം വീട്ടിൽ വിശ്രമിക്കുവാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് അച്ഛൻ്റെ അടുത്തിരിക്കാനും സംസാരിക്കാനും കുറേ സമയം കിട്ടുന്നത്. അപ്പോഴും ആരെങ്കിലും അച്ഛനോട് സംസാരിക്കാനും മറ്റുമായി വീട്ടിലുണ്ടാകും. അധ്യാപികയായ എൻ്റെ വൈകുന്നേരങ്ങളിൽ ചിലതു മാത്രമാണ് എനിക്ക് കിട്ടുക. എങ്കിലും അങ്ങനെ കിട്ടിയിരുന്ന അവസരങ്ങളുടെ മാധുര്യം എൻ്റെ ജീവിതം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു. അച്ഛൻ്റെ കഥകളിൽ പലതും ഞാൻ കേട്ടെഴുതിയിട്ടുണ്ട്. അച്ഛൻ കത്തുകൾ എഴുതിക്കുന്നതും എന്നെക്കൊണ്ടായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്ക് ചിലപ്പോൾ ചില പഴയ കഥകൾ പറഞ്ഞെന്ന് വരും. എങ്കിലും രസിക്കാനുള്ളത് ഉണ്ടെങ്കിൽ മാത്രം. അനുഭവസമ്പന്നമായ ജീവിതം എന്ന അധ്യായത്തിലെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ വായിച്ചത്. ബി സരസ്വതി എൻ്റെ കൂടി അധ്യാപികയായിരുന്നു. ആ അധ്യാപികയ്ക്കുള്ള ഒരു ഗുരുപൂജ കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് വ്യക്തിപരമായി എനിക്ക് എന്ന് ആനുഷംഗികമായി ഞാൻ പറയുകയാണ്. സരസ്വതി ടീച്ചർ തുടരുകയാണ് ഒരു ഭാഗത്ത്. കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ ദയനീയ സ്ഥിതിയും മാന്യതയുടെ മറ പിടിച്ചു നിർത്താൻ അവർ അനുഭവിക്കുന്ന നരകയാതനകളും അടുത്ത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു, വേദനിച്ചു. ഇക്കാലത്തെ അധ്യാപകരല്ല കാരൂർ കഥകളിൽ വരുന്ന അധ്യാപകർ. ആ കാലത്ത് 1930കളിലും 40കളിലും 50കളിലുമൊക്കെ കേരളത്തിലെ സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകരുടെ ജീവിത സാഹചര്യമാണ് ഈ കഥകളിലൂടെ വരുന്നത്. കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ ദയനീയ സ്ഥിതിയും മാന്യതയുടെ മറപിടിച്ചു നിർത്താൻ അവർ അനുഭവിക്കുന്ന നരകയാതനകളും അടുത്ത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു, വേദനിച്ചു. നാട്ടിലെ കുഞ്ഞുങ്ങളുടെ കണ്ണു തുറപ്പിച്ച് നാടിൻ്റെ ഭാവി ഭദ്രമാക്കേണ്ട അധ്യാപകന് വിശപ്പും ദാഹവും ഉണ്ടെന്നും അയാളും മനുഷ്യനാണെന്നും ആരും അറിഞ്ഞില്ല. കുട്ടികളുടെ ചോറ് മോഷ്ടിക്കുന്നവരും ഉത്സവപ്പറമ്പിൽ അത്ഭുത മനുഷ്യൻ്റെ സ്ഥാനത്തിരുന്നതിന് കിട്ടിയ കൂലി കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കുപ്പിവളയും ഭാര്യയ്ക്കൊരു ചീനച്ചട്ടിയും ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വകയും വാങ്ങിക്കൊണ്ടു ചെന്ന് വീട്ടിലുള്ളവരെ ആനന്ദപരവശരാക്കിയവനും ഊട്ടുപുരകളിൽ ഒരു നേരത്തെ ചോറ് കിട്ടുന്നതുകൊണ്ട് 10-12 മൈൽ നടന്ന് അവിടെ എത്തുന്നവനുമൊക്കെ കണ്ടുപരിചയിച്ച അധ്യാപകരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. കൊച്ചു സാറിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന ഈ കാഴ്ചകൾ പിൽക്കാലത്ത് മലയാളത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വാദ്യാർ കഥകൾ ഉണ്ടാകുവാൻ കാരണമായി. സ്വന്തം അനുഭവങ്ങളും അതിന് സഹായകമായി എന്നാണ് അച്ഛനെക്കുറിച്ച് ഈ മകൾ എഴുതിയിരിക്കുന്നത്. മറ്റൊരു ഭാഗം കൂടി ഞാൻ വായിക്കാം. സമൂഹത്തിൻ്റെ അന്യായത്തിനും അധർമ്മത്തിനും ഇരയാകുന്ന ഒരു പുലയ തൊഴിലാളിയുടെ കഥയാണ് ആദ്യം എഴുതിയ അന്നത്തെ കൂലി. മുഷ്ടി ചുരുട്ടി സമൂഹത്തോട് വെല്ലുവിളിക്കാനും മുതലക്കണ്ണീരൊഴുക്കാനും അദ്ദേഹം ഒരുക്കമല്ല. ദേ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരാണിവരും. ഇവരോട് ചെയ്യുന്ന അനീതികൾ നോക്കൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ലജ്ജ വരുന്നില്ലേ? ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹം.
നിങ്ങളുടെ മനസ്സിലൊരു ചലനമുണ്ടാക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ കഥാകൃത്ത് തൃപ്തനായി. തുടർന്നെഴുതിയ മിക്ക കഥകളും സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടന്നുഴലുന്ന ദൗർഭാഗ്യവാന്മാരെ പറ്റിയാണ്. 10-15 കഥകളെ തനി വാദ്യാർ കഥകൾ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ എങ്കിലും വാദ്യാർ കഥാകാരനായിട്ടാണ് കാരൂരിനെ പലരും പരാമർശിക്കാറ്. ഒന്നാന്തരം വാദ്യാർ കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെങ്കിലും അതിലും മനോഹരമായ ഇതര കഥകൾ ധാരാളമായി എഴുതിയിട്ടുണ്ടെന്നത് ചില നിരൂപകന്മാർ പരിഗണിക്കാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പാവപ്പെട്ടവരുടെ കഥകൾ എഴുതുന്നതുകൊണ്ട് ദാരിദ്ര്യത്തെ മാത്രം കാണുന്ന ഒരു കഥാകാരനാണെന്നുള്ള ആക്ഷേപവും ഉണ്ടായിട്ടുണ്ട്. ഇല്ല, ദാരിദ്ര്യാർത്തിയോളം വലുതായിട്ട് ഒരാർത്തിയും എന്ന് വിശ്വസിക്കുന്നയാളായിരുന്നു കാരൂർ. എങ്കിലും മനുഷ്യബന്ധങ്ങൾക്കും സ്നേഹത്തിനും കാരുണ്യത്തിനും മറ്റു നന്മകൾക്കുമാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ധാരാളം അനുഭവങ്ങളും അതെല്ലാം നോക്കിക്കാണാൻ കഴിയുന്ന കണ്ണുകളും ഉണ്ടായിരുന്നെങ്കിലും സാഹിത്യവേദി പരീക്ഷിച്ചു നോക്കാൻ കുറേ കാലം കഴിയേണ്ടി വന്നു. അങ്ങനെ ഒരു ആശയം പോലും ആദ്യകാലത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബി സരസ്വതി അച്ഛൻ കാരൂർ നീലകണ്ഠപിള്ളയെക്കുറിച്ച് എഴുതിയ ഓർമ്മകൾ ചന്ദനഗന്ധം പോലെ എന്ന പുസ്തകത്തിൻ്റെ ഒരു വായനാനുഭവമാണ്. 94-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ ദിവസം അന്തരിച്ച ബി സരസ്വതിക്കുള്ള ആദരാഞ്ജലിയാണ് ദില്ലിദാലിയുടെ ഈ പോഡ്കാസ്റ്റ്. പുസ്തകത്തിൻ്റെ അടുത്ത അധ്യായം സാന്ദ്ര സൗഹൃദങ്ങൾ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളെക്കുറിച്ചാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പേ ആദ്യത്തെ മകളുണ്ടായ കാരൂരിന് ആദ്യത്തെ മകളുണ്ടായ ഒരു ഭാഗം ബി സരസ്വതി എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. കരുനാഗപ്പള്ളിയിൽ വെച്ചാണ് ആദ്യത്തെ മകളുണ്ടായത്. 2 വയസ്സുവരെ ആ കുട്ടി ജീവിച്ചിരുന്നുള്ളൂ. മകളുടെ മരണത്തോടെ മനസ്സിടിഞ്ഞുപോയ അമ്മ സ്വന്തം നാട്ടിലേക്ക് പോയി. പിന്നെ അമ്മ അങ്ങോട്ട് പോയിട്ടില്ല. ഇതിനിടെ അച്ഛൻ ആദ്യമായി ഒരു കഥ എഴുതുകയും ചെയ്തു. 1932 അതേപ്പറ്റിയൊക്കെ അച്ഛൻ വിസ്തരിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. E.V. കൃഷ്ണപിള്ള, കെ സുകുമാരൻ മുതലായ പ്രഗത്ഭമതികളുടെ കഥകൾ വായിച്ചാണ് കഥയോട് താല്പര്യമുണ്ടായത്. മോപ്പസാങ്ങിൻ്റെ കഥകളുടെ പരിഭാഷയും വായിച്ചിരുന്നു. ഇതുപോലെ എഴുതാൻ കഴിയുമോ എന്നൊന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. ഭൃതൃവാത്സല്യം എന്ന പേരിൽ ഒരു കഥ ഒരു രാത്രി കൊണ്ടെഴുതി. അത് കീറിക്കളഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ചെങ്കിലും വായിച്ചു നോക്കിയപ്പോൾ ഉടനെ കീറേണ്ട എന്ന് വിചാരിച്ചു. അതൊരാളെ വായിച്ച് കേൾപ്പിച്ചു. അയാളത് വാങ്ങി മാതൃഭൂമിക്ക് അയച്ചു കൊടുത്തു. അവർ അത് പ്രസിദ്ധപ്പെടുത്തി. അതിനെപ്പറ്റി പലരും പ്രശംസിച്ചെഴുതുകയുണ്ടായി. ചില മാസികകൾ അത് പകർത്തി. അങ്ങനെ ആ കഥയ്ക്ക് വലിയൊരു സ്വീകരണം ലഭിച്ചു. ഈ സ്വീകരണങ്ങളൊന്നും വീണ്ടും ഒരു കഥ എഴുതി നോക്കുന്നതിന് പ്രേരകമായില്ല എന്നുള്ളതാണ്. അതിനുശേഷം വളരെ നാളുകൾക്ക് ശേഷമാണ് അതിനുശേഷം അദ്ദേഹത്തിന് മലമ്പനി വരുന്നു. മലമ്പനി വന്നിട്ട് ഏതാണ്ട് മൃതപ്രായനായി കഴിഞ്ഞ അദ്ദേഹം തിരിച്ച് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, വീണ്ടും തിരിച്ചു വരുന്നതിനെക്കുറിച്ചൊക്കെ വളരെ ഹൃദയസ്പർശിയായിട്ടാണ് ബി സരസ്വതി എഴുതിയിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലോ റോഡിലോ അന്ന് വൈദ്യുതി എത്തിയിട്ടില്ലായിരുന്നു. രാത്രി അച്ഛൻ വരാതെ ഉറങ്ങാൻ പോകുന്ന പതിവില്ല. അത്താഴം കഴിഞ്ഞാൽ പോയി കിടന്നുറങ്ങൂ പിള്ളാരെ എന്ന അമ്മയ്ക്ക് നിർബന്ധം. അച്ഛൻ വരുന്നതുവരെ എന്തായാലും ഉറങ്ങുകയില്ല എന്ന് എൻ്റെ നിർബന്ധം. അങ്ങ് ദൂരെ വഴിയുടെ അറ്റത്ത് അച്ഛൻ വരുന്നത് തിണ്ണയിലിരുന്നാൽ കാണാം. ഒരു മെഴുകുതിരി വെളിച്ചവും അതിനു പുറകിൽ അച്ഛനും ദൂരെ പ്രത്യക്ഷപ്പെടുമ്പോൾ മനസ്സ് കുതിക്കുകയായി. ആ വഴിയെ മെഴുകുതിരിയും കൊണ്ട് പോകുന്ന വേറെ ചിലരുമുണ്ട്. അച്ഛൻ്റെ മെഴുകുതിരി എനിക്കൊരിക്കലും തെറ്റുകയില്ല. അപ്പോൾ തോന്നുന്ന ആനന്ദം വിവരിക്കാൻ സാധ്യമല്ല. അച്ഛനെ പിരിയുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ലോകത്തെ അനിർവചനീയമായ ഏറ്റവും വലിയ ആനന്ദമാണ് നഷ്ടപ്പെടുന്നതെന്ന് ഞാൻ ഓർക്കാറുണ്ട്. അച്ഛനില്ലാത്തവരും അച്ഛനിൽ നിന്ന് അകന്ന് കഴിയേണ്ടി വരുന്നവരുമായ നിരപരാധികളായ കുഞ്ഞുങ്ങൾ, അവരുടെ സ്വർഗം ചിലപ്പോൾ ദൈവം തന്നെ തട്ടിപ്പറിക്കുന്നു, പലപ്പോഴും മറ്റുള്ളവർ തട്ടിത്തെറിപ്പിച്ച് കളയുന്നു എന്നാണ് സ്വന്തം അച്ഛനെക്കുറിച്ച് എഴുതുമ്പോൾ അച്ഛനില്ലാതെ പോയ, അച്ഛനെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെ ബി സരസ്വതി ഓർക്കുന്ന ഭാഗമാണ് ഞാൻ വായിച്ചത്. ഇതിൽ രസകരമായ മറ്റൊരു കാര്യം, ബി സരസ്വതിയുടെ മകനാണ് പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ വേണു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ക്യാമറമാൻ വേണുവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു രസകരമായ ഒരു ഭാഗം ഈ പുസ്തകത്തിലുണ്ട്. ഷേവിംഗ് സെറ്റ്, ഫൗണ്ടൻ പേന, കണ്ണട മുതലായത് പലതും എൻ്റെ മൂത്ത മകൻ പൊട്ടിച്ചു കളഞ്ഞതിൻ്റെ ബാക്കിയാണ് അച്ഛൻ ഉപയോഗിച്ചിരുന്നത്. അത് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒരു പുഞ്ചിരി മുഖത്ത് വിരിയും. കൊച്ചുമകനെ മടിയിലെടുത്തു വെച്ചുകൊണ്ട് അച്ഛൻ ആനന്ദ നിർവൃതി അടയുന്ന ചിത്രം മനസ്സിൽ നിന്ന് മാറുകയില്ല. 1.5-2 വയസ്സുള്ളപ്പോഴേ അവനും അപ്പൂപ്പൻ വരുന്നത് നോക്കി കാത്തിരിക്കാൻ തുടങ്ങി. വന്നാലുടനെ പിടിച്ചുകൊണ്ടുപോയി കട്ടിലിൽ കിടത്തും. കൂട്ടത്തിൽ കയറി കിടന്നുകൊണ്ട് കഥ പറച്ചിലാണ്. പിന്നെ ആനക്കാരൻ എന്ന അപ്പൂപ്പൻ്റെ കഥ അവൻ എത്ര കേട്ടാലും മതി വരികയില്ല.
എന്നും ഒരേ വാചകത്തിൽ തന്നെ പറയണം. ഇടയ്ക്ക് തെറ്റിയാൽ മുന്നോട്ട് പോകാൻ സമ്മതിക്കുകയില്ല. കൊച്ചുമക്കളെ വെച്ചുകൊണ്ട് അച്ഛനും അമ്മയും രസിച്ച് ചിരിച്ച് സന്തോഷകരമായി ഇരിക്കുന്നത് കണ്ട് ഞങ്ങളും സംതൃപ്തി അടയും എന്നുള്ളതാണ് ഈ ഭാഗം. ഇനി സാഹിത്യകാരന്മാരുടെ ഒരു സഹകരണ സംഘമുണ്ടാകുന്ന ഭാഗമാണ്. മലയാള സാഹിത്യ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച, മലയാളത്തിലെ സാഹിത്യകാരന്മാരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു സഹകരണ സംഘം ഉണ്ടാകുന്ന ഭാഗമാണ് ഈ പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായം. അതിനു മുമ്പ് ഈ പ്രൊഫസർ MP പോൾ കാരൂരിനെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകം ഞാൻ പറയാം. MP പോൾ സാർ പറഞ്ഞു, ലോക കഥകളിൽ ഏറ്റവും മഹത്തായ 10 എണ്ണം എടുത്താൽ അതിൽ കാരൂരിൻ്റെ ചെകുത്താൻ എന്ന കഥ ഉൾപ്പെടും. കൈനിക്കര കുമാരപിള്ള സാർ പറഞ്ഞു, കാരൂർ ഒരു മലയാള സാഹിത്യകാരനല്ല, വിശ്വസാഹിത്യകാരനാണെന്ന്. ഇത്തരം പ്രോത്സാഹനകരമായ വാക്കുകൾ വീണ്ടും വീണ്ടും തൻ്റെ ഇടത്തോടെ എഴുതാനുള്ള ശക്തി കാരൂരിന് നൽകി. അത് അദ്ദേഹം തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. മലയാളത്തിന് ഒരു കഥാകാരനെ ലഭിക്കുന്നതിന് വഴി തെളിച്ചവർ പലരായിരുന്നു. വായിച്ചാലും വായിച്ചാലും പുതുമ നശിച്ചു പോകാത്ത ആ കഥകൾ ഇന്നും ജീവനോടെ തേജസ്സോടെ മലയാളത്തിന് അനുഗ്രഹമായി പരിലസിക്കുന്നു. സാഹിത്യപ്രവർത്തക സഹകരണ സംഘം സെക്രട്ടറിയായി 20 കൊല്ലം കാരൂർ സേവനമനുഷ്ഠിച്ചു. 1945 മുതൽ 1965 വരെ. സാഹിത്യകാരന്മാരുടെ സഹകരണ സംഘം എന്ന വിചിത്ര ആശയം എവിടെ നിന്ന് കിട്ടി, ആരുടെ മനസ്സിൽ അത് ഉദിച്ചു വന്നു എന്നുള്ളതൊക്കെ ധാരാളം കേട്ടുകഴിഞ്ഞ കാര്യങ്ങളാണ്. എന്നാലും അതേപ്പറ്റി സൂചിപ്പിക്കാതെ പോയാൽ കാരൂരിൻ്റെ കഥയാവുകയില്ല. കാരൂരിൻ്റെ ഭാഷയിൽ തന്നെ അതേക്കുറിച്ച് അല്പം വായിക്കാം. കാരൂരിനെ കോട്ട് ചെയ്യുകയാണ് ഈ ഭാഗത്ത് B സരസ്വതി. ഈ സംഘം രൂപം പ്രാപിക്കുന്നതിന് 2 വർഷം മുൻപ് കോട്ടയത്ത് സാഹിതീ സഖ്യം എന്ന പേരിൽ ഒരു സഹൃദയ സമിതി ആരംഭിച്ചു. തൃശ്ശൂർ സെയിൻറ്റ് തോമസ് കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസർ സ്ഥാനത്തു നിന്നും പിരിഞ്ഞ ശേഷം സ്വാശ്രയശീലത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രേരണ കൊണ്ട് ട്യൂട്ടോറിയൽ കോളേജ് നടത്തി വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന MP പോൾ അന്ന് കോട്ടയത്താണ് MP പോൾസ് കോളേജ് നടത്തിയിരുന്നത്. പിന്നീട് PhD ബിരുദം നേടിയ SK നായർ പ്രസ്തുത സ്ഥാപനത്തിൽ അധ്യാപകനായിരുന്നു. അഗാധ പണ്ഡിതനും നാണം കുണുങ്ങിയും ആരുടെ മുൻപിൽ തലകുനിക്കാത്തവനും വിനയശീലനും താൻപോരിമയുള്ളവനും മറ്റുള്ളവരെ സഹായിക്കുന്നവനും വാക്കുകൾ ശുദ്ധി ചെയ്തും മിതമായും ഉപയോഗിക്കുന്നവനും രൂപസൗഭാഗ്യമുള്ളവനുമായ MP പോൾ കോട്ടയത്തെ ബുദ്ധിജീവികളെ ആകർഷിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സാഹിതീ സഖ്യം ഉണ്ടായി. പിന്നീട് SK നായരും പീറ്റർ ജോൺ കല്ലടയുമായിരുന്നു സാഹിത്യ സഖ്യത്തിൻ്റെ കൺവീനർമാർ. ഇവർക്ക് പുറമെ P ശ്രീധരൻ പിള്ള, P ദാമോദരൻ പിള്ള, മാടശ്ശേരി മാധവ വാര്യർ, MS കുമാരൻ നായർ, ആനന്ദക്കുട്ടൻ, LC ഐസക്, GR പിള്ള, കാരൂർ നീലകണ്ഠപിള്ള, പണ്ഡിറ്റ് നാരായണദേവ്, തിരുവാർപ്പ് ബാലൻ, CI രാമൻ നായർ, നാലാങ്കൽ കൃഷ്ണപിള്ള, MN ഗോവിന്ദൻ നായർ തുടങ്ങി 30-ൽ പരം അംഗങ്ങളുണ്ടായിരുന്നു സഖ്യത്തിൽ. ഈ സഖ്യത്തിൻ്റെ തുടർച്ചയായിട്ട് പിന്നീട് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം വരുന്ന ഭാഗം B സരസ്വതി എഴുതുന്നത് ഇങ്ങനെയാണ്. മലയാളത്തിലെ എഴുത്തുകാർക്ക് സ്വന്തമായി ഒരു പ്രസിദ്ധീകരണശാല ഉണ്ടായിരിക്കണമെന്ന സാമാന്യമായ ഒരു തീരുമാനമുണ്ടായി. ആലോചനയിൽ പങ്കെടുത്ത MP പോൾ, LC ഐസക്, കാരൂർ നീലകണ്ഠപിള്ള എന്നിവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ചുമതലയും ലഭിച്ചു. സഹകരണ സംഘങ്ങളിൽ പ്രവർത്തിച്ചു പരിചയമുള്ള കാരൂർ നീലകണ്ഠപിള്ളയുടെ അഭിപ്രായത്തോട് യോജിച്ച് സാഹിത്യകാരന്മാർ തങ്ങളുടെ പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്താൻ രൂപീകരിക്കുന്ന സംഘടന ഒരു സഹകരണ സംഘമായിരിക്കണമെന്ന അഭിപ്രായം അംഗീകരിക്കപ്പെട്ടു. സംഘം രൂപീകരിക്കുന്നതിന് 12 അംഗങ്ങൾ ഉണ്ടാകണം. സാഹിത്യകാരന്മാരും അല്ലാത്തവരും ചേർന്ന 12 പേർ അംഗങ്ങളായി സംഘം രജിസ്റ്റർ ചെയ്തു. അത് 1945 ഏപ്രിൽ 30-നാണ്. സാഹിത്യകാരന്മാർക്ക് സഹകരണ സംഘം എന്നുള്ളത് ദഹിക്കുന്ന ഒരേർപ്പാടായിരുന്നില്ല പലർക്കും. സംഘടിക്കുന്ന പ്രകൃതക്കാരുമല്ല സാഹിത്യകാരന്മാർ. ബുദ്ധിജീവികളും സഹകരിക്കാൻ പ്രയാസമുള്ളവരുമായ എഴുത്തുകാരെ അംഗങ്ങളാക്കാൻ വേണ്ടി കാരൂർ കുറേ അലഞ്ഞു. പോൾ സാറിൻ്റെ കാര്യം ആദ്യം തന്നെ കാരൂരിൻ്റെ ഭാഷയിൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ആലക്തിക ശക്തിയുള്ള മഹനീയ സാന്നിധ്യം പ്രവർത്തിക്കുന്നതിനുള്ള ഓജസ്സും ശക്തിയും നൽകിക്കൊണ്ടിരുന്നതല്ലാതെ അദ്ദേഹം സ്വയമേവ ഒന്നിലും പങ്കെടുത്തിരുന്നില്ല. സംഘത്തിൻ്റെ പ്രസിഡൻ്റായി MP പോളും സെക്രട്ടറിയായി കാരൂർ നീലകണ്ഠപിള്ളയും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സംഘത്തിൽ അംഗങ്ങളെ ചേർക്കുകയും മൂലധനം വർദ്ധിപ്പിക്കുകയും മറ്റും പ്രധാനമായും കാരൂരിൻ്റെ ചുമതലയായിരുന്നു. ഇങ്ങനെ പോവുകയാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ചരിത്രം. ഈ പുസ്തകത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു ഭാഗമാണ് ഇനി ഞാൻ വായിക്കുവാൻ പോകുന്നത്. കാരൂരിൻ്റെ പ്രശസ്തമായ കഥ ഉതുപ്പാൻ്റെ കിണർ നാം എല്ലാവരും വായിച്ചിട്ടുള്ളവരാണ്. ആ ഉതുപ്പാൻ്റെ കിണറുമായി ബന്ധപ്പെട്ട് കാരൂരിൻ്റെ ജീവിതത്തെ തന്നെ കാണുന്ന
ഒരു ഭാഗമുണ്ട് മകളായ ബി സരസ്വതി എഴുതിയിരിക്കുന്നത്. ആ ഭാഗമാണ് ഞാൻ ഇനി വായിക്കുവാൻ പോകുന്നത്. ഉതുപ്പാൻ്റെ കിണർ എന്നൊരു കഥ അച്ഛൻ ആദ്യകാലത്ത് എഴുതിയിട്ടുണ്ട്. ഉതുപ്പാൻ എന്ന ഒരു പാവപ്പെട്ടവനൊരു കിണർ കുഴിച്ചു. ജീവിതകാല സമ്പാദ്യമായ കുറച്ചു പണം ചെലവാക്കി കൂട്ടിനാളെ നിർത്തിയും ചിലപ്പോൾ തന്നെത്താനുമായി അവൻ്റെ സ്വന്തമായ ഒരു തുണ്ട് ഭൂമിയിൽ ഒരു കിണർ കുഴിച്ചു. മണ്ണിന് നനവ് കണ്ടു, വെള്ളം കണ്ടു. ഉടമസ്ഥൻ്റെ ഉള്ളം കുതിർത്തു. ആ കൂപ്പത്തിലുണ്ടായ ചിറ്റോളം ഉതുപ്പാൻ്റെ വിശാല ഹൃദയത്തിൽ തിരമാലയുണ്ടാക്കി. കിണറിന് ആൾമറയും കപ്പിയും കയറും പാളയുമൊക്കെ ഉണ്ടായി. വെള്ളമില്ലാത്തവർ അവിടെ നിന്ന് വെള്ളം കോരിക്കൊണ്ടുപോയി. ആരെങ്കിലും വെള്ളം കോരി കുടിക്കുന്നത് കാണുമ്പോൾ അവൻ്റെ ഹൃദയം പുളകം കൊള്ളും. അധികം താമസിയാതെ കുഴൽവെള്ളം നടപ്പിലായി. ഉപയോഗമില്ലാത്ത കിണറുകൾ മൂടാൻ കൽപ്പനയുണ്ടായി. കിണർ മൂടാൻ നിശ്ചയിച്ചിരുന്നതിൻ്റെ തലേന്ന് ഉതുപ്പാൻ സ്വന്തം കിണറ്റിൽ നിന്ന് അന്ത്യമായി ജലപാനം ചെയ്തു. അയൽ വീട്ടിലെ നായ ചരമഗീതം പാടി. ലോകോപകാരത്തിനു വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയുടെ സ്മാരകമായിട്ടാണ് താൻ ഈ കഥ എഴുതിയതെന്ന് കാരൂർ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. ആ ഉതുപ്പാൻ കാരൂർ തന്നെയല്ലേ എന്ന് ബി സരസ്വതി ചോദിക്കുകയാണ്. ആ ഉതുപ്പാൻ കാരൂർ തന്നെയല്ലേ? അദ്ദേഹം കുഴിച്ച കിണറല്ലേ SPCS? കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ആ കിണറ്റിൽ ആത്മാഹൂതി ചെയ്തേനെ എന്നാണ് ബി സരസ്വതി പറയുന്നത്. 6-ാമത്തെ അധ്യായം കാരൂർ കഥകൾ വിവിധ രുചികളിൽ എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പ്രശസ്തമായ കാരൂർ കഥകൾ ഓരോന്നായിട്ടെടുത്ത് ഒരു നല്ല നിരൂപക കൂടിയായ, നല്ല എഴുത്തുകാരി കൂടിയായ, അധ്യാപിക കൂടിയായ, എല്ലാത്തിനുമുപരി കഥാകൃത്തിൻ്റെ മകൾ കൂടിയായ ബി സരസ്വതി ഈ കഥകളെ ആഴത്തിൽ കാണുന്ന അധ്യായങ്ങളാണ്. ഇതിൽ 2-3 അധ്യായങ്ങൾ ഈ പുസ്തകത്തിൽ. അമ്മയുടെ വിയോഗവും അച്ഛൻ്റെ ഏകാന്തതയും എന്ന പേരിൽ ഇതിലെ ഒരു ദൈർഘ്യമുള്ള, ഏറ്റവും ദൈർഘ്യമുള്ള ഒരധ്യായം ഒരുപക്ഷെ ആ അധ്യായമായിരിക്കും. ഇത് ഭാര്യ ഭവാനിയമ്മ, അതായത് ബി സരസ്വതിയുടെ അമ്മയുടെ മരണശേഷമുള്ള അച്ഛൻ്റെ ഏകാന്തതയെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. അച്ഛൻ തികച്ചും ഏകാന്തതയിലായി എന്ന് തോന്നിക്കുമാറ് ഉത്സാഹരഹിതനായിട്ടാണ് പിന്നീട് അധികവും കാണപ്പെട്ടത്. വർഷങ്ങളോളം പരിചയിച്ചും പ്രണയിച്ചും എതിർപ്പുകളെയെല്ലാം അതിജീവിച്ചും വിവാഹിതരായവർ പോലും ഒരു കൂരയ്ക്ക് കീഴെ കാതങ്ങളോളം അകന്ന് ജീവിക്കുന്ന എത്രയോ ദമ്പതികൾ നമുക്ക് ചുറ്റുമുണ്ട്. ജീവിതത്തിലെ പൊരുത്തം ആരുടെ നിയന്ത്രണത്തിലാണ്? തലയിലെഴുത്തിൻ്റെയോ ജ്യോതിഷത്തിൻ്റെയോ അതോ പങ്കാളികളുടേത് മാത്രമോ? കാരൂരിൻ്റെ വിവാഹത്തിന് ജ്യോതിഷത്തിൻ്റെ ഒത്താശയൊന്നുമില്ലായിരുന്നു. ഒരു പെണ്ണുകാണൽ പോലും ഉണ്ടായില്ല. പലതുകൊണ്ടും വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ ജീവിച്ച 2 പേർ വിവാഹപ്പന്തലിൽ കണ്ടുമുട്ടി. ഞങ്ങൾ പെൺമക്കൾക്ക് അമ്മ തരുന്ന ഒരു ഉപദേശം അച്ഛനെപ്പോലെയാണ് പുരുഷന്മാരെല്ലാവരുമെന്ന് വിചാരിച്ചേക്കരുത് എന്നാണ്. ആ നന്മയും മഹത്വവുമൊക്കെ വളരെ അപൂർവമാണെന്നും അതൊക്കെ മറ്റുള്ളവരിൽ പ്രതീക്ഷിക്കരുത് എന്നുമാണ്. അക്കാലത്ത് സാധാരണ പെൺകുട്ടികൾക്കുള്ളതിനേക്കാൾ സുഖവും സ്വാതന്ത്ര്യവും അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നെന്ന് വളരെ കഴിഞ്ഞാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളോടും കാരൂരിനുള്ള മനോഭാവം എത്ര ഉത്കൃഷ്ടമായിരുന്നു എന്ന് കഥകളിൽ കൂടി ഒരു പര്യടനം നടത്തിയാൽ മനസ്സിലാകും. പലതരത്തിൽപ്പെട്ട സ്ത്രീകൾ കഥകളിൽ പ്രധാന സ്ഥാനം വഹിക്കുന്നുണ്ടെങ്കിലും സ്നേഹവും ആർദ്രതയും നർമ്മബോധവും തനിക്കുതാൻ പോരിമയും ആത്മശക്തിയുമുള്ളവരാണ് കാരൂരിൻ്റെ പ്രിയപ്പെട്ടവർ എന്ന് തോന്നും. ഈ പുസ്തകത്തിലെ 8-ാമത്തെ അധ്യായം ഇദ്ദേഹത്തിൻ്റെ സാഹിത്യ സുഹൃത്തുക്കളെക്കുറിച്ചാണ്. അതിമനോഹരമായ ഒരു അധ്യായമാണിത്. നാം ഇന്ന് വളരെ ബഹുമാനത്തോടു കൂടി ആദരിക്കുന്ന, ഓർക്കുന്ന മലയാളത്തിലെ എല്ലാ സാഹിത്യകാരന്മാരും സാഹിത്യകാരികളും കയറി ഇറങ്ങിയിരുന്ന ഒരു വീടായിരുന്നു കാരൂരിൻ്റെ വീട് എന്നുള്ളത് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇത് തകഴി വന്നു പോകുന്നത്, ബഷീർ വന്നു പോകുന്നത്, വയലാർ വന്നു പോകുന്നത്, CN ശ്രീകണ്ഠൻ നായർ സ്ഥിരമായി വന്നു പോകുന്നത്, അയ്യപ്പ പണിക്കർ സാർ വന്നു പോകുന്ന ഭാഗങ്ങൾ, പൊൻകുന്നം വർക്കി, M ഗോവിന്ദൻ, പേരെടുത്ത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ വലിയ ഒരു പട്ടികയായിട്ട് മാറും. DC കിഴക്കേമുറി ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് വന്നു പോകുന്നത് DC കിഴക്കേമുറിയാണ്. M ഗോവിന്ദനെക്കുറിച്ച് ഉള്ള ഭാഗം മാത്രം ഞാനിന്ന് വായിക്കാം. അച്ഛനുമായി ഹൃദയ ഐക്യമുള്ള ഒരു പ്രധാന വ്യക്തിയായിരുന്നു M ഗോവിന്ദൻ. അദ്ദേഹവും കുടുംബവുമൊക്കെയായി ഞങ്ങളെല്ലാവരും വളരെ സ്നേഹത്തിലായിരുന്നു. കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പുത്രൻ ഒരു അവധിക്കാലം ഞങ്ങളോടൊപ്പം കുറച്ച് ദിവസം ഉണ്ടായിരുന്നതും ഓർക്കുന്നു. M ഗോവിന്ദനും അച്ഛനും കൂടി എത്ര നേരമാണ് സംസാരിച്ചിരിക്കുക എന്ന് ഒരു കണക്കുമില്ല. രണ്ടുപേരും തീരെ പതുക്കെ സ്വകാര്യം പറയുന്നത് പോലെയാണ് സംസാരം. എന്താണ് ഈ ഗൂഢാലോചന എന്നൊരു പിടിയും കിട്ടിയില്ല. ഇടയ്ക്കിടെ അച്ഛനെ കാണാനെത്തും.
അച്ഛൻ്റെ കുറച്ച് മുഷിപ്പനായിരുന്ന ജീവിത സായാഹ്നത്തിലെ പ്രകാശമായിരുന്നു എം ഗോവിന്ദൻ്റെ സന്ദർശനങ്ങൾ എന്നാണ് ബി സരസ്വതി എഴുതിയിരിക്കുന്നത്. ഈ തകഴിയുടെ ഒരു വളരെ രസകരമായൊരു ഭാഗം കൂടി ഞാൻ വായിക്കാം. തകഴിയും കാരൂരും ഈ പെൺമക്കളും, അതായത് സരസ്വതി ടീച്ചറും അനിയത്തിയായിട്ടുള്ള ലീല ചേച്ചിയും, ഞങ്ങളൊക്കെ ലീല ചേച്ചി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, ബി സരസ്വതിയും ലീലയും മക്കളായ ബി സരസ്വതിയും ലീലയും കാരൂരും തകഴിയുടെ കൂടെ ഒരു ഇംഗ്ലീഷ് സിനിമ കാണാൻ പോയ ഒരു വളരെ രസകരമായ ഒരു ഭാഗമുണ്ട്. ഇംഗ്ലീഷ് സിനിമയാണ്, ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയാൻ വയ്യ, കുറേ രസവുമുണ്ട്. അല്പവസ്ത്രധാരണികൾ നീന്തൽക്കുളത്തിൽ ചാടുകയും മറിയുകയും കൗബീന സദൃശമായ വസ്ത്രം മാത്രമുള്ള കരുത്തന്മാരുമായി കെട്ടിമറിയുകയും ചെയ്യുന്ന രംഗങ്ങളാണ് അധികം. തകഴി ചിരിക്കുകയും അട്ടഹസിക്കുകയും കൂവുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. തകഴി ചിരിക്കുകയും അട്ടഹസിക്കുകയും കൂവുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. കസേരയിൽ ഇരിപ്പുറയ്ക്കുന്നു തന്നെയില്ല തകഴിക്ക്. അച്ഛൻ ഇടയ്ക്കിടെ തകഴിയെ തോണ്ടി പതുക്കെ ചുമ്മാതിരിക്കടോ എന്നൊക്കെ പറയുന്നുണ്ട്. 8-10 വയസ്സൊക്കെ ഉള്ളുവെങ്കിലും പെൺപിള്ളേരെയും കൊണ്ടുവന്നല്ലോ എന്നുള്ള അസ്വസ്ഥതയിലാണ് അച്ഛൻ. ഒരിക്കൽ ലീലയുടെ കൈ നോക്കിയിട്ട് തകഴി പറഞ്ഞു, വലിയ ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞ്, നെല്ലും പണവും കൃഷിയുമൊക്കെ അധികമായിട്ട് നടത്താൻ നീ കുറേ പാടുപെടും. എൻ്റെയും കൈ നോക്കി തകഴി, ഇത് കുറച്ച് കുഴപ്പമാണല്ലോടി, നീ മനുഷ്യരെ ഇട്ട് വട്ടം കറക്കും, കുറേ പട്ടുസാരിയായിരിക്കും ആകെ സമ്പാദ്യം, വേറൊന്നും കാണുകയില്ല എന്ന് തകഴി ബി സരസ്വതിയുടെ കൈ നോക്കി പറയുകയാണ്. ഇനി ബി സരസ്വതി പറയുന്ന ഭാഗമാണ് ബാക്കി. എനിക്കാരെയും വട്ടം കറക്കാൻ പറ്റാത്തതിൽ അല്പം നിരാശയുണ്ടായില്ല എന്ന് പറഞ്ഞുകൂടാ. പട്ടുസാരികളും കാര്യമായിട്ട് കിട്ടിയില്ല. അദ്ദേഹത്തിന് സാഹിത്യം പോലെ പാമിസ്ട്രി, കൈനോക്കൽ അത്ര വഴങ്ങിയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നാണ്. ഇനി സി ജെ തോമസ് ഇതിൽ കടന്നു വരുന്നുണ്ട്. പി കെ ബാലകൃഷ്ണനുമൊക്കെ ആയിട്ടുള്ള ബന്ധം വളരെ വളരെ നന്നായിട്ടുണ്ട്. പി കെ ബാലകൃഷ്ണൻ കാരൂരിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം മാത്രം ഞാൻ വായിക്കാം. പി കെ ബാലകൃഷ്ണൻ കാരൂരിനെ കുറിച്ച് പറഞ്ഞ ഭാഗമാണ്. യൗവന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാരൂർ അസാധാരണനായ ഒരു പാമ്പാട്ടിയാണ്. ചോരത്തിളപ്പുള്ള 20 വയസ്സിലും പക്വതയാർന്ന 70 വയസ്സിലും ഒരുപോലെ വാർദ്ധക്യഭാവമാർന്നയാളാണ് ഈ പാമ്പാട്ടി. രാജമൂർഖനെ പോയിട്ട് ഒരു ഞാഞ്ഞൂലിനെ തൊടാൻ കൈക്കരുത്തു പോരെന്ന തോന്നലാണ് നമുക്ക് ആദ്യന്തം. പക്ഷേ ലോകത്തിലെ അത്യുഗ്രന്മാരായ എല്ലാ വിഷപ്പാമ്പുകളും ഇയാളുടെ പഴകി ദ്രവിച്ച കൂടകളിലുണ്ട്. കൂട പോലെ വിടർന്ന് വർണ്ണപ്പകിട്ടേറിയ ഫണങ്ങളുമായി ആ പാവം പാമ്പാട്ടിയുടെ പേച്ചിനൊത്തു നിന്നാടുന്ന ആ രാജസർപ്പങ്ങൾ കാണുന്നവർക്ക് മനോഹരങ്ങളാണ്. സീൽക്കാരത്തിൽ പോലും മരണത്തിൻ്റെ പരാഗം വഹിക്കുന്ന സർപ്പങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഈ വൈഭവത്തിന് മാത്രമായി കാരൂർ എന്നും വാഴ്ത്തപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന പി കെ ബാലകൃഷ്ണൻ്റെ പ്രവചന സ്വഭാവമുള്ള ഒരു ഖണ്ഡിക ബി സരസ്വതി ഈ പുസ്തകത്തിൽ എടുത്തു ചേർത്തിട്ടുണ്ട്. ഇനി അധ്യാപക കഥകളെക്കുറിച്ചാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ വാദ്യാർ കഥകൾ എന്ന് പറഞ്ഞു പോരുന്ന അധ്യാപക കഥകളെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, ഒരു ഭാഗം മാത്രം ഞാൻ വായിക്കാം. കാരൂർ പറയുന്നു, ഞാൻ സാഹിത്യകാരൻ എന്ന നിലയിൽ അറിയപ്പെടുന്നയാളാണെങ്കിലും അധ്യാപകൻ എന്ന നിലയിൽ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഉയർന്ന തരം അധ്യാപകനായിട്ടോ അധ്യാപക വൃത്തിയിൽ വിജയം കൈവരിച്ചിട്ടോ തോന്നുന്നതല്ല ഇത്. എൻ്റെ മനസ്സിനിണങ്ങിയ തൊഴിൽ അതായിരുന്നു. ഞാൻ വാദ്യാർ കഥകൾ എഴുതിയത് മനഃപൂർവ്വമാണ്. അധ്യാപകൻ്റെ ദാരിദ്ര്യത്തിലേക്കും ദുഃഖത്തിലേക്കും സമൂഹത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു എൻ്റെ ഉദ്ദേശം. അത്രയ്ക്ക് ക്ലേശനിരതമായിരുന്നു ആ ഘട്ടത്തിൽ അധ്യാപകരുടെ ജീവിതം. അതുകൊണ്ട് ആ ദുഃഖങ്ങൾ എല്ലാ വേദനയോടും കൂടി ഞാൻ പകർത്തി. നനച്ചിട്ടുണങ്ങാത്ത ഒറ്റമുണ്ടും തോർത്തും ധരിച്ചു നിൽക്കേണ്ടി വരുമ്പോഴും വിശപ്പുകൊണ്ട് വയറ് കാളുമ്പോഴും കുട്ടികളെ പഠിപ്പിക്കുക, ആത്മാർത്ഥതയോടെ പഠിപ്പിക്കുക എന്നതു മാത്രമായിരുന്നു അധ്യാപകൻ്റെ ലക്ഷ്യം. ഇന്ന് ടെർലിൻ ഷർട്ടും പുറത്തു കാണത്തക്ക വിധം അതിൻ്റെ കീശയിലിട്ടിരിക്കുന്ന കറൻസി നോട്ടുമായി വിദ്യാലയത്തിലേക്ക് വരുന്ന അധ്യാപകർക്ക് ഇൻക്രിമെൻറ്റിനെയും DAയെയും കുറിച്ചൊക്കെയല്ലേ പറയാനും ചിന്തിക്കാനുമുള്ളത്. വിദ്യാർത്ഥികളെ കാണാൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്നുള്ള കാരൂരിൻ്റെ ഭാഗമാണ്. ബി സരസ്വതി തുടർന്ന് എഴുതുകയാണ്, കാരൂർ കണ്ടു മനസ്സിലാക്കിയതുപോലെ അധ്യാപകൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ വാദ്യാർ കഥകളുടെ ഉദ്ദേശത്തിന് ഇപ്പോൾ ഒരു പ്രസക്തിയുമില്ല. അപ്പോൾ പിന്നെ ഈ കഥകൾ ഇനി വായിച്ചിട്ട് കാര്യമുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. സുപ്രസിദ്ധരായ ചില നിരൂപകന്മാർ അതിന് സമാധാനം പറയുന്നത് ഇങ്ങനെയാണ്: അല്പശമ്പളക്കാരനായ അധ്യാപകൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ ധർമ്മസങ്കടങ്ങളും ദുരന്തങ്ങളും ചിത്രീകരിക്കുന്ന ആ കഥകളുടെ മിഴിവ് ഒന്ന് വേറെ തന്നെയാണ്. ഇവ സങ്കുചിതമായ അർത്ഥത്തിൽ പ്രശ്നനിഷ്ഠങ്ങളല്ല. തൻ്റെ ആത്മാവിൽ നീറിപ്പിടിച്ചിട്ടുള്ള അനുഭവങ്ങളുടെ മനുഷ്യസ്നേഹ നിർഭരവും
കലാകുശലവുമായ ആവിഷ്കരണമാണ് ഇവിടെ കഥാകൃത്ത് നിർവഹിക്കുന്നത് എന്ന്. ഇനി കാരൂരിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള 10ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കാരൂരിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ചാണ്. ഇതിൽ ഒരേ ബഷീറും കാരൂരും പൂവമ്പഴം എന്ന പേരിൽ 2 കഥകൾ എഴുതിയിട്ടുണ്ട്. ഈ 2 കഥകളെക്കുറിച്ചും ബി സരസ്വതി വളരെ രസകരമായ ഒരു ചെറിയ ഖണ്ഡിക ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അത് വായിക്കാതെ ഈ വായനാനുഭവം അവസാനിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് വായിക്കുന്നത്. ബഷീറിൻ്റെ പൂവമ്പഴം എന്ന മനോഹരമായ കഥയും കാരൂരിൻ്റെ പൂവമ്പഴവും ഏതാണ്ട് ഒരേ കാലത്താണ് പ്രസിദ്ധീകരിച്ചത്. ഞാനന്ന് വിദ്യാർത്ഥിനിയായിരുന്നു. ഞങ്ങളന്ന് ക്ലാസ്സിൽ ബഷീറിൻ്റെ കഥ വായിച്ച് വളരെ രസിക്കുകയും മിക്കവാറും കാണാപ്പാഠം പഠിക്കുകയും ചെയ്തിരുന്നത് ഓർക്കുന്നു. ബഷീറിൻ്റെ ഓരോ വാക്കിലും ഹാസ്യം തുളുമ്പി നിൽക്കും. ബഷീർ പുതിയ വാക്കുകൾ വേണമെങ്കിൽ ഉണ്ടാക്കുകയും ചെയ്യും. ഹുന്ത്രാപ്പി ബുസാട്ടോ എന്നൊക്കെ. പൂവമ്പഴത്തിലെ പ്രയോഗങ്ങളൊക്കെ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കുന്നത് ഞങ്ങൾ വലിയ സാമർഥ്യമായിട്ട് കണക്കാക്കിയിരുന്നു. കാരൂരിൻ്റെ പൂവമ്പഴത്തിന് ആ ഭാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അന്നത് വായിച്ചിരുന്നോ എന്ന് തന്നെ എനിക്ക് ഇപ്പോൾ സംശയമാണ്. ഞങ്ങളത് പരിഗണിക്കുക പോലും ചെയ്തിരുന്നില്ല എന്ന് തോന്നുന്നു. ആ പൂവമ്പഴത്തിൻ്റെ മധുരം അറിയുവാൻ കാലം കുറച്ചുകൂടി കഴിയേണ്ടി വന്നു എന്നാണ് ബി സരസ്വതി എഴുതിയിരിക്കുന്നത് ബഷീറിൻ്റെയും കാരൂരിൻ്റെയും പൂവമ്പഴം എന്ന 2 കഥകളെക്കുറിച്ച്. ഇനി കാരൂരിൻ്റെ കഥാപാത്രങ്ങൾ കഴിഞ്ഞിട്ട് ഒടുവിലത്തെ ദിനങ്ങൾ എന്ന് പറയുന്ന 11ാമത്തെ അധ്യായമാണ് കാരൂരിൻ്റെ അവസാന കാലത്തെക്കുറിച്ചാണ്. അതിലിങ്ങനെ ഒരു ഖണ്ഡികയുണ്ട്. കാരൂർ കഥ എഴുതാൻ തുടങ്ങിയത് 34ാമത്തെ വയസ്സിലാണ്. തീർച്ചയായും വളരെ താമസിച്ചുള്ള ഒരു തുടക്കമാണിത്. അനുസ്യൂതം എഴുതിക്കൊണ്ടിരുന്നും മറ്റുമില്ലെങ്കിലും പിന്നീടുള്ള ജീവിതം മുഴുവൻ അദ്ദേഹം എഴുത്തിൻ്റെ ലോകത്ത് സജീവമായി തന്നെ നിന്നു. മരണത്തിൻ്റെ തലേ ദിവസവും അദ്ദേഹം എഴുതി. ആ കഥ മുഴുവനായില്ല. അവസാന വാചകവും പകുതി വരെ എഴുതിയുള്ളൂ. എൻ്റെ കാലശേഷം എന്നായിരുന്നു കഥ എഴുതി നിർത്തിയത്. ഒരു കഥ മുഴുവനാക്കാൻ പറ്റാത്തത് മനസ്സിലാക്കാമെങ്കിലും ഒരു വാചകം ഇടയ്ക്ക് വെച്ച് നിർത്തിയതിൻ്റെ കാര്യം എന്തെന്ന് മനസ്സിലായില്ല. അതും എൻ്റെ കാലശേഷം എന്ന്. അവസാനമായി കാരൂർ എഴുതിയ കഥയുടെ അവസാനിക്കാത്ത കഥയുടെ അവസാന ഭാഗം എൻ്റെ കാലശേഷം എന്നാണ്. അത് മരിക്കുന്നതിൻ്റെ തലേന്ന് എഴുതിയ കഥയാണ്. അവസാനത്തെ ഈ പുസ്തകത്തിലെ 12ാമത്തെ അധ്യായം എന്ന് പറയുന്നത് അച്ഛനും കുട്ടൻചേട്ടനും എന്ന പേരിൽ വയലാർ രാമവർമ്മയും കാരൂർ നീലകണ്ഠപിള്ളയും തമ്മിലുള്ള ഹൃദയബന്ധത്തെക്കുറിച്ചുള്ള അധ്യായമാണ്. ഇങ്ങനെയാണ് ഈ ഓർമ്മകൾ ചന്ദനഗന്ധം പോലെ എന്ന പുസ്തകം അവസാനിക്കുന്നത്. ആ അധ്യായത്തോടു കൂടിയാണ്. സാർത്ഥകമായ ഒരു ജീവിതത്തിന് ശേഷം 94ാമത്തെ വയസ്സിൽ അന്തരിച്ച ബി സരസ്വതിക്ക് ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ ആദരാഞ്ജലികൾ. ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ്. കേട്ട സുമനസ്സുകളോട് ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ.